പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ആത്മകഥയുടെ അടുത്ത ഭാഗമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബോംബെയിൽ കോപ്പർ കൊണ്ടുവന്ന് വിൽക്കുന്ന കഥ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഞങ്ങൾ 16 പേര് ഞങ്ങളൊരു റൂമിലാണ് താമസിക്കുന്നത്. ഇലക്ട്രീഷ്യന്മാരുണ്ട്, പ്ലംബർമാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചോറ് വെച്ചാണ് കഴിക്കുന്നത്. ചോറ് വെച്ച് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അണ്ടാവിൽ ഇട്ടാണ് വെക്കുന്നത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പൊന്നുമില്ല, മണ്ണെണ്ണ സ്റ്റൗവാണ്. മണ്ണെണ്ണ സ്റ്റൗവിനകത്ത് വലിയൊരു ചരുവം, അതായത് വലിയൊരു ചരുവത്തിനകത്താണ് ചോറിട്ട് ഞങ്ങൾ വെക്കുന്നത്. അതുപോലെ തന്നെ അന്ന് കറികളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് കറിയോ കടലക്കറിയോ അങ്ങനെയൊക്കെയുള്ള കറികളാണ് കൂടുതലും ഞങ്ങൾ വെച്ച് കഴിക്കുന്നത്. അല്ലാതെ മീൻ മേടിക്കാനോ ഇറച്ചി മേടിച്ച് ഇത് ചെയ്യാനോ ഉള്ള സമയങ്ങളില്ല. ഞങ്ങൾക്ക് അതിനുള്ള ഇതുമില്ല. പൈസകൾ കുറവാണല്ലോ, അതിനനുസരിച്ച് വേണമല്ലോ നമ്മൾ ജീവിക്കാൻ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജോലിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 7-8 മാസം ഞാൻ അവിടെ ഇതുപോലെ ഉള്ള പണികളും കാര്യങ്ങളൊക്കെ. പിന്നീട് എന്ന് പറയുമ്പോൾ ഹോളഡിയിൽ ഞാനും നല്ല എക്സ്പീരിയൻസ് ആയി, എനിക്ക് നല്ല ഇതായി. പിന്നീടെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളെ സൂപ്പർവൈസറിൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് പണി പഠിക്കണം, ഞങ്ങളെ ഇതുപോലെ പ്ലംബർമാരെ കൂട്ടത്തിൽ വിടണം, ഹെൽപ്പറായിട്ട് വിടണം എന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും വലിയൊരു റിസ്ക് പിടിച്ച പണിയായിട്ട് എനിക്ക് തോന്നി പിന്നീട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു പ്ലംബർ കൂടെ വിട്ട്, അതായത് അന്നൊക്കെ ചട്ടിക്കകത്താണ് ഈ സാധനങ്ങൾ ഞങ്ങൾ എടുത്ത് പ്ലംബറെ കൂട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഹെൽപ്പറാണല്ലോ, പ്ലംബറെ കൂട്ടത്തിൽ ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഒരു ചട്ടിക്കകത്താക്കി ഞങ്ങൾ ഇങ്ങനെ ചുവന്ന് കിടക്കും. ഇയാൾ എവിടെയെങ്കിലുമൊക്കെ പണി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം 12ാമത്തെ നിലയിലായിരിക്കും പണി. ആ പണി ഇച്ചിരി പണികളെ കാണത്തുള്ളൂ. അത് കഴിയുന്നുണ്ടെ അയാൾ ചിലപ്പം 8ാമത്തെ നിലയിലായിരിക്കും. ഇതെല്ലാം സ്റ്റെപ്പ് കയറി, അന്ന് ലിഫ്റ്റ് ഒന്നും ഇതായിട്ടില്ല, സ്റ്റെപ്പ് കയറിയാണ് ഞങ്ങൾ നടന്ന് ഇതൊക്കെ ചെയ്യേണ്ടത്. അന്നേരം ഇതും ചുമന്ന് കൊണ്ടാണ് ഇത് നമ്മളെ നടത്താം. അങ്ങനെ ഈ പ്ലംബർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ പണി പഠിപ്പിക്കുന്നില്ല, പക്ഷെ നമ്മൾ ഈ ചുമന്നും ഇത് ചെയ്തും നമുക്കുള്ള നടുവൊടിയുന്നതല്ലാതെ നമുക്ക് പണികളൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പണി എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണമല്ലോ. ഈ പ്ലംബറായിട്ടാണല്ലോ നമ്മൾ കയറിയത്. എങ്ങനെയെങ്കിലും പ്ലംബിങ്ങിന്റെ പണി നമുക്ക് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്കുള്ള മനസ്സിൽ തോന്നി. അതങ്ങനെ ഞാൻ മെയിൻ അവിടെ ഒരു പ്ലംബറുണ്ട്, അതായത് പൊന്നച്ചൻ എന്നാണ് പറയുന്നത്, അയാളാണ് മെയിൻ ആളവിടുത്തെ. അന്നേരം ഈ പൊന്നച്ചൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലെ പ്ലംബിങ്ങിന്റെ പണി പഠിക്കണം, എനിക്ക് ഇതുപോലെ ഹെൽപ്പറായിട്ട് ഒന്നും നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പണി പഠിച്ചേ പറ്റത്തുള്ളൂ. അയാൾ പറഞ്ഞിടാ 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞ എല്ലാവരും ആൾക്കാരൊക്കെ പണികളൊക്കെ പഠിച്ച് ഒരുവിധമൊക്കെ പഠിച്ചെടുക്കുന്നത്. ഒരു കാര്യം ചെയ്യും, വൈകിട്ട് ഞാൻ വെളിയിലോട്ട് പോകുന്നുണ്ട്, നീ വൈകിട്ട് എൻ്റെ കൂടെ വാ, അന്നേരം നമുക്ക് സംസാരിക്കാമെന്ന്. അങ്ങനെ ഞാൻ വൈകിട്ട് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങി ഇയാളെ കൂട്ടത്തിൽ ഇറങ്ങി വെളിയിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്ലംബിങ്ങിൻ്റെ പണി ഞാൻ പഠിപ്പിക്കാൻ കൂടെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഓരോ ബിയർ, ഞാൻ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ബിയർ അടിക്കാറുണ്ട്, പക്ഷേ ലിക്വർ അടിക്കാറില്ല, കള്ളടിക്കാറില്ല. അങ്ങനെ ബിയർ ഷോപ്പിൽ കയറി ഞങ്ങൾ ഓരോ ബിയർ കഴിച്ച്. അന്നേരം അയാൾ ഒരു 3 ബിയർ അടിച്ച്, ഞാനൊരു ബിയർ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ല തലയ്ക്ക് നല്ല പിടുത്തമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അയാൾ സൂപ്പർവൈസറിൻ്റെ അടുത്ത് വന്നു, ഇന്ന ആളെ എൻ്റെ കൂടെ പണിക്കൂട്ട്, ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സൂപ്പർവൈസർ പറഞ്ഞെങ്കിൽ പൊന്നച്ചൻ്റെ കൂടെ പോയിക്കോളാം. പൊന്നച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറൗണ്ടർ പണിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അയാൾ ഇന്നടുത്ത് വിളിക്കും, 12ാമത്തെ നിലയിൽ വിളിക്കും, 16ാമത്തെ നിലയിൽ വിളിക്കും. അക്കഴൊക്കെ അയാൾ ഇങ്ങനെ ഓടിപ്പോയി ഓരോരുത്തർക്ക് പണി പറഞ്ഞു കൊടുക്കുകയും റിപ്പയർ പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. മറ്റേയാളിനെക്കാളും കൂടുതൽ കഷ്ടപ്പാട് ഇയാളെ കൂടെ ചേർന്നപ്പോഴത്തേക്ക്. എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് കഷ്ടപ്പാടുകളെ ഉള്ളൂ ജീവിതത്തിൽ. എന്തെല്ലാം അനുഭവിക്കണമെന്ന് നമ്മളെ മനസ്സിൽ കൊണ്ട് നമ്മൾ വിചാരിച്ചു. എന്നാലും ഞാൻ ഇയാളെ കൂടെ നടന്ന് ഇയാൾ എന്നെ കുറേശ്ശൊക്കെ പണികൾ ഇതുപോലെ പറഞ്ഞു തന്നു, കുറേശ്ശൊക്കെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇയാൾക്ക് ബിയർ മേടിച്ചു കൊടുക്കും, എങ്കിലേ ഇയാൾ സ്റ്റാർട്ടാവത്തുള്ളൂ, പണി നമ്മളെ പഠിപ്പിച്ചു തരും. എന്നാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പണികൾ ഇങ്ങനെ പറഞ്ഞു തന്ന് പണികൾ പഠിക്കാൻ തുടങ്ങി. പണികൾ ഒരുവിധമൊക്കെ പഠിച്ചിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ടൈഫോയിഡ് പിടിവിട്ട് ഞാൻ അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് കുറച്ച് നാൾ നാട്ടിൽ നിന്നു. 2-3 മാസം നാട്ടിൽ നിന്നപ്പോഴത്തേക്ക്
ഇവളുമായിട്ടുള്ള ഒരു കണക്ഷൻ എനിക്ക് വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബോംബെയിൽ ഞാൻ അറിയാമല്ലോ, ഏറെക്കുറെ സ്ഥലങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരു പത്തനാപുരത്തുകാരനെ കോൺടാക്ട് ചെയ്ത് അന്നേരം അവൻ പറഞ്ഞ് ഇപ്പൊ അന്തേരിയിലല്ല, ഔട്ട് ഓഫ് ന്യൂ ബോംബെ, അതായത് താനെ എന്ന് പറയും, ആ സ്ഥലത്ത് ആണ് ഇപ്പൊ ജോലി. നീ താനെ വരാമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് നിന്നെ പിക്ക് ചെയ്യാം, ഇതുപോലെ അവിടെ പണിയുണ്ടോ. അങ്ങനെ ഞാൻ അയാളെ അടുത്ത് താനയിൽ പോവുകയും അവിടെ പ്ലംബറായിട്ട് ഞാൻ കയറുകയും അവിടെ നിന്നും കൊണ്ട് ഒരുവിധമൊക്കെ പണികൾ ഞാൻ പഠിച്ചെടുക്കുകയൊക്കെ ചെയ്തു. പണികളൊക്കെ പഠിച്ചെടുത്ത് നല്ല പ്ലംബറായി. നല്ല പ്ലംബറായപ്പോൾ ഒരു ആത്മവിശ്വാസം, ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും, ഇങ്ങനെ പോവും, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കാര്യങ്ങൾ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് ഗൾഫിന് പോകാനുള്ള ഒരു ചാൻസ് ഇതുപോലെ അവിടുന്ന് ഒരു ട്രാവൽസ് വഴി ഇൻ്റർവ്യൂവിന് വന്നു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഗൾഫിന് പോകാനുള്ള ഇത് പാസ്സാവുകയും ചെയ്തു. അങ്ങനെ പാസ്സായി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത്രാം തീയതി വിസ വരും, അന്നേരം അണ്ട് അന്ന് 12,000 രൂപ അങ്ങോട്ട് ടിക്കറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ, കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റി വിടാവുന്നു. അങ്ങനെ 12,000 രൂപ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പൈസകൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഇതുപോലെ എനിക്കൊരു ചാൻസ് വന്നിട്ടുണ്ട് ഗൾഫിന് പോകാനായിട്ട്, 12,000 രൂപ മാത്രം കൊടുത്താൽ മതി, നമുക്ക് കയറി പോകാമെന്ന്. അങ്ങനെ അമ്മ, 2 ചേട്ടന്മാർ വന്ന് ഗൾഫിലാണ്, രണ്ടാമത്തെ ചേട്ടനും മൂത്ത ചേട്ടനും വന്ന് ഗൾഫിലാണ്. അങ്ങനെ അവരടുത്ത് പറഞ്ഞിട്ടാ ഇന്നതുപോലെ അവനൊരു വിസ റെഡി ആയിട്ടുണ്ട്, അവന് ഇതുപോലെ 12,000 രൂപ വേണമെന്ന് പറയുന്നത്. ഇവര് 2 കൂട്ടരും എനിക്ക് ആ പൈസ തന്നില്ല, എനിക്കത് പോകാനും പറ്റിയില്ല. വീണ്ടും ഞാൻ ബോംബെക്ക് തന്നെ തിരിച്ചു പോയി. അങ്ങനെ ബോംബെക്ക് തിരിച്ചു പോയി ഞാൻ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എനിക്കൊരു വാശിയായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഗൾഫിന് പോകണം എന്നുള്ളൊരു വാശിയുടെ കൂടെ ഞാൻ ഈ പണികൾ, അതായത് അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ചില കമ്പനികളിൽ ഷട്ട് ഡൗൺ വർക്കുകൾ വരും. അതായത് കമ്പനി ഫുള്ളായിട്ട് അടച്ചിട്ടിട്ട് പണിയുന്ന, ഒരു പ്ലാന്റ് അടച്ചിട്ടിട്ട് വേറൊരു പ്ലാന്റ് പണിയുന്ന വർക്കുകളാണ് കൂടുതൽ. അന്നെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജോലി ചെയ്താൽ ഡബിൾ ശമ്പളം കിട്ടും. 30 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 60 രൂപ ശമ്പളം കിട്ടും. ഡേഞ്ചർ പണികളാണ്. പക്ഷെ ഇത് ഗവൺമെന്റിനെ ഇവര് പറ്റിച്ചും കൊണ്ടാണ് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഫുള്ളായിട്ട് അടച്ചിട്ടിട്ടാണ് ഇത് ഈ ഷട്ട് ഡൗൺ വർക്കുകൾ ചെയ്യുന്നത്. പക്ഷെ ഇവർ ഒരു ഭാഗം അടച്ചിട്ടിട്ട് ബാക്കി ഭാഗം പ്രവർത്തിച്ച് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ നൈറ്റിൽ നമ്മൾ ഇതുപോലെ നൈറ്റാണ് കൂടുതൽ വർക്കുകൾ. അങ്ങനെ നൈറ്റിൽ നമ്മൾ പോയി ഇതുപോലെ പണിയെടുത്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ നിന്നൊരു കക്ഷി ഇതുപോലെ തമ്പാക്കെന്ന് പറയും, തമ്പാക്ക് ചുരുട്ടി ഇതുപോലെ തമ്പാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ ഇച്ചിരി വെയ്, ഇത് നല്ല സാധനം, ഇച്ചിരി വെച്ച് കഴിഞ്ഞാൽ നല്ല എനർജിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വെക്കത്തില്ല, എനിക്ക് ഇത് അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ വീണ്ടും വീണ്ടും എന്നെ നിർബന്ധിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇയാളെ കയ്യിൽ നിന്ന് ഒരു ശകലം മേടിച്ച്, അതായത് അത് നമ്മളെ ചെറിയുടെ അടിയിലാണ് ഇത് വെക്കുന്നത്. അങ്ങനെ എടുത്തു വെച്ച് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ തലയ്ക്ക് നല്ലൊരു പിടുത്തം പോലെ എനിക്ക് തോന്നി, അനുഭവപ്പെട്ട്. അങ്ങനെ ഈ പിടുത്തം അനുഭവപ്പെടുകയും ഞാൻ വല്ലാത്ത രീതിയിൽ ഛർദ്ദിക്കുകയും കുഴയുകയൊക്കെ ചെയ്തു. ഇയാൾ എന്നെ ഈ ഛർദിലൊക്കെ കണ്ട് ഇതുപോലെ സൂപ്പർ, എപ്പോഴും അവിടെ ചെക്കിങ് ആണ്. നമ്മളെ പാസ്, അവിടെ ഒരു പാസ് ഉണ്ട്, ആ പാസ് സെക്യൂരിറ്റി എടുത്തോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവിടുന്ന് ഇറങ്ങിപ്പോകാനും പറ്റത്തില്ല, നമുക്ക് വീണ്ടും ജോലിക്ക് കയറാനും പറ്റത്തില്ല. അതുകൊണ്ട് ഈ പാസ് എടുത്തോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ശമ്പളവും കിട്ടത്തില്ല, ജോലി ചെയ്യുന്ന ശമ്പളവും കിട്ടാതെ പോകും. അതുകൊണ്ട് ഇവൻ എന്നെ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിക്കിന്റെ ഭയങ്കരമായ ഒരു ഗോഡൌണിൽ കൊണ്ടുവന്ന് കുറച്ച് കാർപ്പയുടെ അടിയിൽ കൊണ്ടുവന്ന് എന്നെ അവിടെ ഇട്ടിരുന്നു. ഞാൻ അവിടെ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഡ്യൂട്ടിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി. ഞാൻ ഉറക്കം നീട്ടിയപ്പോഴത്തേക്ക് ഏതാണ്ട് 7-8 മണിയായി. 7-8 മണിക്ക് ഞാൻ ഓടിപ്പടച്ച് ഞാൻ സെക്യൂരിറ്റി എടുത്ത് തന്നു. ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. സെക്യൂരിറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയല്ലോ, ഇതിപ്പം ഡേ ഷിഫ്റ്റാണ് നടക്കുന്നത്, ഇയാൾ പോയി കിടന്ന് എവിടെ പോയി കിടന്ന് ഉറങ്ങി, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇച്ചിരി പണി കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് ആണ് താമസിച്ച് പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്നെ ഒരു കാരണവശാലും വെളിയിൽ വിട്ടില്ല. ഇയാൾ എന്നെ പിടിച്ചു കൊണ്ടുപോയി അയാൾക്കുള്ള മെയിൻ എഞ്ചിനീയർ എടുത്തു. മെയിൻ എഞ്ചിനീയർ ഭാഗ്യം പോലെ ഒരു മലയാളിയായിരുന്നു.
അയാൾ എൻ്റെ അടുത്ത് വിവരങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെയൊക്കെയാണ് സാറേ പറ്റിയത്, ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിപ്പം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്കതൊരു പണിഷ്മെൻ്റ് ആയിട്ട് മാറും. ഒരു കാര്യം ചെയ്യും, നീ ഡേയും കൂടെ ഡ്യൂട്ടി ചെയ്യും, ഡേയും കൂടെ ഡ്യൂട്ടി ചെയ്തിട്ട് നീ ഡേയിലും കൂടെ ഡ്യൂട്ടി ചെയ്തതായിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യും. അന്നേരം നിനക്ക് നൈറ്റ് വരണ്ട, പിറ്റേന്ന് നൈറ്റ് വന്നാൽ മതി. അന്നേരം നിനക്ക് ആ ഒരു ഇതും കൂടെ കിട്ടും. അതുകൊണ്ട് ഡേയും കൂടെ ഡ്യൂട്ടി ചെയ്തിട്ട് നീ ഔട്ടാവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് വീണ്ടും ഞാൻ കയറി ഡേയും കൂടെ ഡ്യൂട്ടി ചെയ്തു. ഇന്നിപ്പം ഇത്രയും മതി. അടുത്ത ഭാഗത്തിൽ അടുത്തതായിട്ട് പറയാം എന്നാണ് എൻ്റെ